ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 15. പെട്ടെന്ന് തമ്പുരാൻ നവീനെ നോക്കി. നിന്റെ അച്ഛൻ DYSP സുരേന്ദ്രൻ നായർ എന്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്നു. നവീൻ ഞെട്ടി എഴുന്നേക്കാൻ ഒരുങ്ങി. എന്താ? സന്ദീപ് ഉടനെ അവന്റെ കൈ പിടിച്ചിരുത്തി. ഡോ, ഇരിക്കടാ, ഇത് സിനിമയല്ല. അത് കേട്ട് തമ്പുരാൻ പോലും ചെറുതായി ചിരിച്ചു. അവൻ വഴിയാണ് എന്റെ മകളെ ആ സ്കൂളിലേക്ക് മാറ്റിയത്. മോൾക്ക് കോട്ടയത്താണ് ആദ്യത്തെ വേക്കൻസി കിട്ടിയത്. എന്റെ സ്വാധീനം ഉപയോഗിച്ച് സുരേന്ദ്രൻ നായർ മോളെ പാലക്കാട് കൊല്ലംകോട് എന്ന ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് ആരും അവളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. ശോഭന ടീച്ചർ, അവളും ഞങ്ങളുടെ ആളായിരുന്നു. ദേവിയാനിയുടെയും സരസ്വതിയുടെയും മറ്റൊരു കൂട്ടുകാരിയാണ് ശോഭന. അത് പക്ഷേ അധികം ആർക്കും അറിയില്ലായിരുന്നു. മാധവും കൂട്ടരും ശരിക്കും അമ്പരപ്പിലായിരുന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ മകൾ തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം മാധവിനെ നോക്കി. നിന്നെ. മുറിയിൽ വീണ്ടും നിശബ്ദത. നിന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നിന്റെ കുടുംബം, നിന്റെ സ്വഭാവം, നിന്റെ സ്നേഹം എല്ലാം. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് എന്ന്. മാധവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ഹരിയിൽ നിന്ന്, ഈശ്വറിൽ നിന്ന്, സഞ്ജയിൽ നിന്ന് അവളെ രക്ഷിച്ചത് നിങ്ങളാണ് എന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെക്കുറിച്ച് പലതും ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, ഒന്നിനൊന്ന് ജീവൻ കൊടുക്കുന്ന സൗഹൃദം, അതൊക്കെയാണ് ഇന്ന് നിങ്ങളെ എൻ്റെ മുന്നിലിരുത്താൻ എനിക്ക് ധൈര്യം തന്നത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും മുറിയിലിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു. മുറിയാകെ ഒരു നിശബ്ദത പടർന്നു. തമ്പുരാന്റെ ഓരോ വാക്കും അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. മാധവ് തലകുനിച്ചിരിക്കുകയായിരുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ ജീവിതം ഇങ്ങനെ ഒരു രാജവംശത്തോടും ഇത്ര വലിയ രഹസ്യങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുമെന്ന്. അവസാനം രാജശേഖരവർമ്മ തമ്പുരാൻ പതിയെ ഒരു ദീർഘനിശ്വാസം വിട്ടു. പിന്നെ മാധവിനെ നോക്കി. പക്ഷേ ഇപ്പോൾ സ്ഥിതി പഴയതുപോലെ അല്ല മാധവേ. അദ്ദേഹത്തിന്റെ ശബ്ദം ഗൗരവമായി. 25 വർഷങ്ങളായി മറഞ്ഞു കിടക്കുന്ന പല കണ്ണുകളും ഇപ്പോ തുറന്നിരിക്കുകയാണ്. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. എന്താ അതിനർത്ഥം? ശരത് ചോദിച്ചു. ഇന്ന് എല്ലാവരും കാണുന്ന ഉദയപുരം കോവിലകം ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും ശക്തനായ രാജവംശങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ ആ ശക്തിക്കും സമ്പത്തിനും പിന്നില് ഒരു രഹസ്യം ഉണ്ടായിരുന്നു. ഉദയപുരം കോവിലകത്തിന്റെ ചുറ്റുമുള്ള വനത്തിനകത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവിടെ താമസിക്കുന്ന മൂപ്പനും മൂപ്പന്റെ ആളുകളുമാണ്. 45 കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അവരാണ് ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഉദയപുരം കോവിലകത്തിലെ ആശ്രിതരാണ് അവർ. ആ ക്ഷേത്രത്തിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യ നിധി ഒളിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഞെട്ടി. ആ നിധി കാണാൻ അവകാശമുള്ളത് ഉദയപുരം രാജവംശത്തിലെ യഥാർത്ഥ അവകാശികൾക്ക് മാത്രം. ഞാനും ദേവയാനിയും ആ ക്ഷേത്രത്തിനകത്തെ നിലവറയിലേക്ക് കയറിയ അവസാനത്തെ തലമുറയാണ്. അതിനുശേഷം അടുത്ത അവകാശിയാണ് ലക്ഷ്മി. പക്ഷെ ലക്ഷ്മിക്ക് മാത്രമായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങോട്ട് കയറണമെങ്കിൽ അവൾ വിവാഹിതയായിരിക്കണം. ദമ്പതികൾക്ക് മാത്രമേ അങ്ങോട്ട് കയറാനുള്ള അവകാശമുള്ളൂ. കാരണം അവിടെയുള്ള പ്രതിഷ്ഠ ശിവപാർവതിമാരാണ്. മാധവും കൂട്ടരും പരസ്പരം നോക്കി. ലക്ഷ്മിക്ക് 25 വയസ്സ് തികയുന്ന നിമിഷം ഉദയപുരം കോവിലകത്തിന്റെ അവകാശം ഔദ്യോഗികമായി അവളിലേക്ക് മാറും. അതിനു മുമ്പ് അവൾ വിവാഹിതയായിരിക്കണം. അവൾ വിവാഹിതയായതിനാൽ ആ അവകാശത്തിൽ ഭർത്താവിനും പങ്കുണ്ട്. മാധവ് ഞെട്ടലോടെ തമ്പുരാനെ നോക്കി. അതുകൊണ്ടാണ് ലക്ഷ്മിയെ ജീവനോടെ നിലനിർത്താൻ ഞങ്ങൾ ഒളിച്ചോടിയത്. അപ്പോഴാണ് ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ ഫോൺ വന്ന് എഴുന്നേറ്റ് പോയ മീനാക്ഷി വേഗത്തിൽ അങ്ങോട്ട് വന്നത്. അവളുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു. ശിവേട്ടാ, അവൾ ശിവകാർത്തികേയനെ നോക്കി. താഴെ സുരക്ഷാ ടീമിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. ശിവകാർത്തികേയന്റെ മുഖം ഉടനെ മാറി. എന്താ? റിസോർട്ടിന് പുറത്ത് സംശയാസ്പദമായ ചില വാഹനങ്ങൾ. അവൾ പറഞ്ഞതും മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖം ഗൗരവമായി. രാജശേഖരവർമ്മ തമ്പുരാൻ മാത്രം ശാന്തനായിരുന്നു. അദ്ദേഹം കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിന്നു. ശേഷം പതിയെ, നിങ്ങൾ പേടിക്കണ്ട. രാജശേഖരവർമ്മ തമ്പുരാന്റെ ശബ്ദം പതിവ് പോലെ ശാന്തമായിരുന്നു. അത് റാമിന്റെ ആളുകളായിരിക്കും. മാധവ് നെറ്റി ചുളിച്ചു. റാമോ? അതെ. തമ്പുരാൻ പതിയെ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു. നിങ്ങളിവിടെ എത്തിയത് മുതൽ അവൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആളുകളെ വിട്ട് നിരീക്ഷിക്കുന്നതായിരിക്കും. ശിവകാർത്തികേയൻ ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷേ
അവൻ ഒരു കാര്യം മറന്നുപോയി. എല്ലാവരും അവനെ നോക്കി. ഇന്ന് ഈ റിസോർട്ടിന്റെ അകത്തേക്ക് ഒരു ഈച്ചക്കുഞ്ഞു പോലും കയറാൻ പറ്റില്ല. അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മുഴുവൻ റിസോർട്ടും ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തുന്നില്ല. അതുകൊണ്ടല്ലേ ലക്ഷ്മിയെ ഞങ്ങൾ ഇന്ന് അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് ഇരുന്നതും. കാരണം ഈ റിസോർട്ടില് അവൾ ഇന്ന് സുരക്ഷിതയാണ്. എന്നുവെച്ച് അവളുടെ പുറമേയുള്ള സെക്യൂരിറ്റി ഞങ്ങൾ മാറ്റിയിട്ടില്ല കേട്ടോ. മീനാക്ഷിയും തലകുലുക്കി. അതെ, സെക്യൂരിറ്റി മുഴുവൻ ശിവേട്ടന്റെ ആളുകളാണ്. അത് കേട്ട് മാധവന് അല്പം ആശ്വാസം തോന്നി. പക്ഷേ അവന്റെ മനസ്സിൽ അപ്പോഴും സംശയങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ തമ്പുരാനെ നോക്കി, പിന്നെ ശിവകാർത്തികനെയും. ഈ റാമിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ആരാണ് ശരിക്കും ലക്ഷ്മിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? തമ്പുരാൻ ശിവയെ നോക്കി. പിന്നെ അദ്ദേഹം പതിയെ മാധവനെ നോക്കി. ഇപ്പോൾ ആ കോവിലകത്തിനും ആ സ്വത്തിനും ആ ക്ഷേത്രാവകാശങ്ങളും അവരിൽ വന്നു ചേരാനുള്ള ഒരേ ഒരു തടസ്സം നിങ്ങളുടെ ലക്ഷ്മിയാണ്. മാധവിന്റെ കണ്ണുകൾ മുറുകി. അവൻ ഉടനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ അവർക്ക് കൊടുക്കാം. അവൻ അത് പറഞ്ഞതും എല്ലാവരും ഒരുമിച്ച് മാധവിനെ നോക്കി. എനിക്ക് ലക്ഷ്മിയുടെ ജീവനാണ് വലുത്. സ്വത്തിനു വേണ്ടി അവളുടെ ജീവൻ പണയം വെക്കേണ്ട കാര്യമില്ല, മാധവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദേവയാനി തമ്പുരാട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ രാജശേഖരവർമ്മ തമ്പുരാൻ മാത്രം ചെറുതായൊന്ന് ചിരിച്ചു. അത് നടക്കില്ല മാധവേ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇപ്പോൾ പഴയ രാജകീയ ഗാംഭീര്യത തിരികെ വന്നിരുന്നു. ഈ തലമുറയില് ഉദയപുരം കോവിലകത്തിന്റെ അവസാന അവകാശി എന്റെ മകളാണ്. അദ്ദേഹം പതിയെ എഴുന്നേറ്റു. ഉദയപുരം രാജവംശത്തിന്റെ നിയമം വളരെ വ്യക്തമാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. കോവിലകത്തിന്റെ ഇപ്പോഴത്തെ അവകാശിക്ക് ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് 25 വയസ്സ് തികയുകയും അവൾ വിവാഹിതയാകുകയും ചെയ്താൽ, അദ്ദേഹം മാധവിനെ നോക്കി, അന്നു മുതൽ കോവിലകത്തിന്റെ അവകാശം അവൾക്കും അവളുടെ ഭർത്താവിനും തുല്യമായി കൈമാറപ്പെടും. തമ്പുരാൻ കുറച്ചുനേരം മൗനമായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ എവിടെയോ ദൂരത്തേക്ക് പോയതുപോലെയായിരുന്നു. പിന്നെ പതിയെ മാധവിനെയും കൂട്ടരെയും നോക്കി. അങ്ങനെ അവൾക്കും അവളുടെ ഭർത്താവിനും ഈ ഉദയപുരം കോവിലകത്തിന്റെ അവകാശം കൈമാറുമെന്ന് അറിഞ്ഞതു മുതൽ സഞ്ജയ് ലക്ഷ്മിയെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അത് എല്ലാവരെയും ഞെട്ടിച്ചു. മാധവ് നെറ്റിച്ചൊളിച്ചു. സഞ്ജയ്? അതെ, ശിവകാർത്തികേയൻ മറുപടി പറഞ്ഞു. ഒരിക്കൽ അവൻ ഉദയപുരം കോവിലകത്ത് വന്നിരുന്നു. അവിടെ വെച്ചാണ് ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അവൻ അറിയുന്നത്. പിന്നെയും തമ്പുരാൻ തുടർന്നു. ഈ കോവിലകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ ശാപവും അതിലെ നിയമങ്ങളാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഇവിടെ അധികാരി സ്ത്രീയാണെങ്കിൽ അവൾ വിവാഹിതയായിരിക്കണം. അവളുടെ ഭർത്താവ് ജീവനോടെ അവളുടെ കൂടെ ഉണ്ടായിരിക്കണം. പുരുഷനാണെങ്കിൽ അവനും വിവാഹിതനായിരിക്കണം. ഭാര്യ ജീവനോടെ അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു ദമ്പതികൾക്ക് മാത്രമേ ഉദയപുരം കോവിലകത്തിന്റെ അധികാരം നിലനിൽക്കൂ. ആ വാക്കുകൾ കേട്ടതും എല്ലാവരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സിംഗിൾസിന് ചാൻസ് ഇല്ല അല്ലേ? നവീൻ പറഞ്ഞു. അതെ, ശിവ പറഞ്ഞു. പക്ഷെ തമ്പുരാന്റെ മുഖം വീണ്ടും ഗൗരവത്തിലായി. ഇപ്പോഴത്തെ അധികാരിയായി ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പാണ് സ്ഥാനാരോഹണം ചെയ്തത്. ഉദയപുരം കോവിലകത്തിന്റെ മറ്റൊരു നിയമം, ഒരു അവകാശിക്ക് 25 വർഷം മാത്രമേ അധികാരം നിലനിൽക്കൂ. 25 വർഷത്തിന് ശേഷം പുതിയ അവകാശിയെ സ്ഥാനാരോഹണം ചെയ്യണം. അങ്ങനെ ഒരു അവകാശി ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അധികാരി തന്റെ അവകാശം അടുത്ത രക്തബന്ധത്തിലേക്ക് കൈമാറണം. മുറിയിലാകെ വീണ്ടും നിശബ്ദത പറഞ്ഞു. അതുകൊണ്ടാണ്. തമ്പുരാന്റെ കണ്ണുകളിൽ പക കത്തി. ലക്ഷ്മി ജീവനോടെ ഉണ്ടോ? വിവാഹിതയാണോ? അവകാശം ഏറ്റെടുക്കാൻ വരുമോ? ഇതെല്ലാം അറിയാൻ അവർ ഇത്രയും വർഷം കാത്തിരുന്നത്. തമ്പുരാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളെ അവർ അന്വേഷിച്ചില്ലേ? ഉദയൻ ചോദിച്ചു. തമ്പുരാൻ ചെറുതായി ചിരിച്ചു. അവർ അന്വേഷിച്ചു. അവർ കരുതിയത് തമ്പുരാനും തമ്പുരാട്ടിയും കേരളം വിട്ട് വിദേശത്തേക്ക് പോയെന്നാണ്. അതുകൊണ്ട് അവരുടെ അന്വേഷണം മുഴുവൻ പുറത്തേക്കാണ് പോയത്, ശിവ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടായിരുന്നു, തമ്പുരാൻ പറഞ്ഞു. മാധവ് അതിശയത്തോടെ നോക്കി. ഒരു പ്രാവശ്യം മാത്രമേ 25 വർഷത്തിനുള്ളിൽ ഇയാള് പുറത്ത് വന്നിട്ടുള്ളൂ. തമ്പുരാൻ ദേവിയാനി തമ്പുരാട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതും ഞങ്ങൾ നിങ്ങളെ നേരിൽ കാണാനാണ് വന്നത്. തമ്പുരാൻ ദേവയാനിയെ നോക്കി ചിരിച്ചു. നിങ്ങളുടെ വിവാഹ ദിവസം
ക്ഷേത്രത്തില്. തമ്പുരാട്ടി പറഞ്ഞതും മാധവ് ശരിക്കും ഞെട്ടി. എന്താ? ശിവകാർത്തികൻ ചിരിച്ചു. അതെ, ഞങ്ങൾ 4 പേരും അവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന നിങ്ങളുടെ വിവാഹം, പിന്നെ വിവാഹത്തിൽ നടന്ന ചെറിയ പാർട്ടി എല്ലാം ഞങ്ങൾ കണ്ടു. മാധവിന്റെ കണ്ണുകള് വലുതായി. ശരത്തിന്റെ അടുത്ത ചോദ്യം മുറിയെ വീണ്ടും ഗൗരവത്തിലാക്കി. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ജീവനോടെ വെച്ചിരിക്കുന്നത് ഈ അവകാശത്തിന് വേണ്ടിയാണോ? തമ്പുരാന്റെ മുഖം നിമിഷം കൊണ്ട് മാറി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇപ്പോൾ കത്തുന്ന വെറുപ്പായിരുന്നു. അതെ മോനെ, അദ്ദേഹം പതിയെ പറഞ്ഞു. ഞങ്ങളെ ജീവനോടെ വെച്ചിരിക്കുന്നത് പോലും ആ അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. മാധവും കൂട്ടരും സ്തംഭിച്ചു. അവരുടെ കയ്യിൽ ഞങ്ങളെ കിട്ടിയാലും അവർ ഞങ്ങളെ കൊല്ലില്ല. പക്ഷേ ഞങ്ങളുടെ മകളെ ഇല്ലാതാക്കിയാൽ അവർക്ക് ഈ അവകാശങ്ങൾ വന്നു ചേരും. വേണമെങ്കിൽ മോളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചതിന് ശേഷം അവർക്ക് പിടികൊടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന് ഞങ്ങൾക്ക് നേരിട്ട് അറിയണം. അവളുടെ പിന്നാലെ ഒരു നിഴലായിട്ടെങ്കിലും എനിക്ക് നടക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചു താമസിച്ചത്. അവർക്ക് 2 വഴികളുണ്ട്. ഒന്ന്, എന്റെ മകളെ അവരുടെ മക്കളിൽ ഒരാൾക്ക് വിവാഹം കഴിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഉദയപുരം കോവിലകത്തിന്റെ അവകാശം അവരുടെ കൈകളിലെത്തും. അദ്ദേഹത്തിന്റെ കൈകൾ മുറുകി. രണ്ടാമത്തെ വഴി, ഞങ്ങൾ 2 പേരും സ്വമേധയാ അവകാശം എഴുതി കൊടുക്കുക. ദേവിയാനി തമ്പുരാട്ടിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ തമ്പുരാന്റെ ശബ്ദം ഇടറിയിട്ടും തുടർന്നു. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് എൻ്റെ മകളെയാണ്. കാരണം, അദ്ദേഹം മാധവിനെ നോക്കി, ഈ കോവിലകത്തിന്റെ മറ്റൊരു നിയമം കൂടിയുണ്ട്. എല്ലാവരും ശ്വാസം പിടിച്ചിരുന്നു. ഭാര്യയോ ഭർത്താവോ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഉടൻ അധികാരം നഷ്ടപ്പെടും. ആ വാക്കുകൾ കേട്ടതും മുറിയിലാകെ ഒരു ഞെട്ടൽ പടർന്നു. അതായത്? മാധവ് പതിയെ ചോദിച്ചു. അതെ, ഇവിടെ അധികാരം നിലനിൽക്കണമെങ്കിൽ ദമ്പതികൾ 2 പേരും ജീവനോടെ ഉണ്ടാകണം. അത് പഴയ തലമുറ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സുരക്ഷയാണ്. ഇവിടെ സ്ത്രീകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ അമ്മയാണ്. ഈ ഉദയപുരം കോവിലകം എൻ്റെ അമ്മയുടെയാണ്. അമ്മയും അച്ഛനും അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നതും അമ്മയുടെ 25 വർഷങ്ങൾക്ക് ശേഷം ആ അധികാരം എനിക്ക് തരുന്നത്. ആ അധികാരത്തിന് വേണ്ടി ഒരു സ്ത്രീയെ പുരുഷൻ ഇല്ലാതാക്കുകയും ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കാൻ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പ്രതിഷ്ഠ ശിവപാർവതിമാരാണ്. കോവിലകത്ത് ആരാധിക്കുന്നതും അവരെയാണ്. അതുകൊണ്ടാണ് എൻ്റെ മകളെ അവർക്ക് വേണ്ടത്. സ്നേഹിക്കാൻ അല്ല, ഉദയപുരം കോവിലകത്തിന്റെ ഒരു താക്കോൽ പോലെ. ദേവിയാനി തമ്പുരാട്ടി കരഞ്ഞുകൊണ്ട് തലകുനിച്ചു. ഞങ്ങളുടെ മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ വീട്ടിലെ ആൺമക്കളിൽ ഒരാളെ എൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എൻ്റെ മകൾ ജീവനോടെ ഉണ്ടാകും. പക്ഷേ അതെന്റെ മകളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. കാരണം അവരുടെ എല്ലാം തനി സ്വഭാവം തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ. എൻ്റെ മകൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. എൻ്റെ മകളുടെ മുകളിൽ അവകാശം പറയാൻ വന്നപ്പോൾ ഞാൻ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. പണ്ടുള്ളവർ ചെയ്തു വെക്കില്ലേ, വാക്കാൽ പറഞ്ഞു വെക്കുക, ഞങ്ങളുടെ മകൾ ഇവനുള്ളതാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ അതിനെയും ഞാൻ ശക്തമായി എതിർത്തു. കാരണം അവരുടെയെല്ലാം സ്വഭാവം ഞാൻ അതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഞാനത് ഒരിക്കലും നടക്കില്ല എന്നും അന്ന് പറഞ്ഞിരുന്നു. അങ്ങ് പറഞ്ഞത് വെച്ച് ശത്രുക്കളെ വ്യക്തമായിട്ട് അങ്ങേക്ക് അറിയാം എന്ന് തോന്നുന്നു. ഉദയൻ ചോദിച്ചതും അതെ, അറിയാം. അന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് സ്വന്തം ആളുകളെയാണ്. എൻ്റെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരായ അഡ്വക്കേറ്റ് വിക്രമനും രാഘവ് IPSഉം ഞങ്ങളുടെ കുടുംബത്തിലെ വിശ്വസ്തരാണെന്ന് ഞാൻ കരുതി. പക്ഷേ തമ്പുരാന്റെ ശബ്ദം കടുപ്പമായി. അവർക്ക് മുകളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അയാളുടെ കയ്യിലെ പാവകളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആരാണ് അയാള്? മാധവ് ചോദിച്ചു. തമ്പുരാന്റെ കണ്ണുകളിൽ തീപ്പൊരി പോലെ ജ്വലിച്ചു. വിക്രമന്റെ മൂത്ത സഹോദരൻ മഹേന്ദ്രവർമ്മ. ആ പേര് കേട്ടതും ശിവകാർത്തികേയന്റെ മുഖം കടുപ്പമായി. കേരളത്തിലെ പ്രമുഖ വ്യവസായി, രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വൻ സ്വാധീനമുള്ള ആളാണ് അവൻ. പക്ഷേ അവന്റെ യഥാർത്ഥ ലക്ഷ്യം ഉദയപുരം കോവിലകത്തിന്റെ നിധിയും അധികാരവും. എല്ലാവരും ഞെട്ടി കേട്ടുകൊണ്ടിരുന്നു. അതിനുവേണ്ടിയാണ് അവൻ റാമിനെ വളർത്തിയത്. അയാളുടെ മകൾ ഗൗരിയെ റാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത് അതിനുവേണ്ടിയാണ്. ലക്ഷ്മി ഇല്ലാതായാൽ അടുത്ത അവകാശത്തിലേക്ക് അവൻ എത്തും. മാധവിന്റെ കൈകൾ മുറുകി. അപ്പോൾ ലക്ഷ്മിയെ? അതെ. തമ്പുരാൻ കണ്ണുകൾ അടച്ചു.
വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. അവരുടെ സ്വഭാവം എല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ മകളെ അവരുടെ മക്കളിൽ ആരെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല എന്നും അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മകളെ ബാലചന്ദ്രനെ ഏൽപ്പിച്ചത്, അവളെ ജീവനോടെ കാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാള് എവിടെയായിരുന്നു? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ തന്നെയായിരുന്നോ? ലക്ഷ്മിയെ ബാലചന്ദ്രൻ അങ്കിളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം സച്ചി ചോദിച്ചു. ആദ്യത്തെ ഒരാഴ്ച ഞങ്ങൾ എൻ്റെ മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടേയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകളെ ആ തീയിൽ നിന്നും പോലും അവനാണ് രക്ഷിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ച അവിടെ നിന്നു. പിന്നെ ഇവിടേക്കുള്ള അവരുടെ ശ്രദ്ധ കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഏറ്റവും വിശ്വസ്തനായ സാരഥിയായ പ്രദീപിന്റെ മകളാണ് ഈ നിൽക്കുന്ന മീനാക്ഷി. എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് പ്രദീപ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോളെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടുകയായിരുന്നു. അത് ഒരു ആശ്വാസമായിരുന്നു ഇയാൾക്ക്. അമ്മയില്ലാത്ത മീനാക്ഷിക്ക് അമ്മയെപ്പോലെയായി ഇയാൾ. ഞങ്ങൾ പഠിപ്പിച്ചു, അവളെ ഡോക്ടറാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ, ഈ ശിവ, എന്നെ അന്വേഷിച്ചു വരുന്നത്. ഇടയ്ക്കെങ്കിലും എനിക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവുമായിട്ട്. അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞാണ് ഇവൻ എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയത്. തമ്പുരാൻ പറഞ്ഞു നിർത്തി. പിന്നെ ശിവകാർത്തികേയൻ പറഞ്ഞു, ഇവൾ അനാഥയായിരുന്ന കുട്ടിയാണ്. അമ്മാവനും അമ്മായിയും സ്വന്തം മകളെ പോലെ വളർത്തിയത്. ഇപ്പോൾ ഇവൾ അവരുടെ ഡോക്ടറും ഇവരുടെ സംരക്ഷകയുമാണ്. മീനാക്ഷി ചെറുപുഞ്ചിരിയോടെ തലകുലുക്കി. ഞങ്ങൾ എവിടെയായിരുന്നാലും ലക്ഷ്മിയെ ഞങ്ങളുടെ കൺമുന്നിൽ നിന്നും മറച്ചിട്ടില്ല. തമ്പുരാൻ പറഞ്ഞു. അവളുടെ ഓരോ ജന്മദിനവും ഞങ്ങൾ അറിഞ്ഞിരുന്നു. അവൾ പഠിച്ചതും ചിരിച്ചതും കരഞ്ഞതും എല്ലാം അവൾ വിവാഹം കഴിച്ച ദിവസം പോലും ഞങ്ങൾ ദൂരെയിരുന്ന് കണ്ടു. മാധവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പോൾ എന്തിനാണ് അവളെ തിരികെ നിങ്ങളുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം സമയം എത്തി എന്നാണ്. തമ്പുരാൻ മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ലക്ഷ്മിക്ക് 25 വയസ്സ് തികയുന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസം. അവളെ ഉദയപുരം രാജവംശത്തിന്റെ അവകാശിയായി പ്രഖ്യാപിക്കണം. അതിനു മുമ്പ് അവളെ കൊല്ലാൻ അവർ വീണ്ടും ശ്രമിക്കും. ഹായ്, അപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. എനിക്ക് നല്ല തലവേദനയായിരുന്നു ഇന്നലെ, അതുകൊണ്ടാട്ടോ താലിയോഗം ഇല്ലാഞ്ഞത്. ഇന്ന് ഇട്ടേക്കാവേ. അപ്പോൾ സ്റ്റോറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം കാണാം. ലവ് യു ഓൾ. ബൈ.